إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിപൂർണമായി തഖ്വ ചെയ്ത് ജീവിക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൽ ജുമാക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയതിനെ അള്ളാഹു നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇത്രയും ദിവസക്കാലം നമ്മൾ അനുഷ്ഠിച്ച നോമ്പും നമ്മൾ നിർവഹിച്ച നമസ്കാരങ്ങളും മറ്റ് സ്വദഖകളും എല്ലാ നന്മകളും അള്ളാഹു നമ്മിൽ നിന്നും ഖബൂലാക്കുമാറാകട്ടെ. ഇനിയുള്ള ദിവസങ്ങളും പരിപൂർണമായി പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ വിട്ടുകിടക്കുമ്പോൾ പാപം പൊറുക്കപ്പെടാത്ത ഭാഗ്യദോഷികളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുടെ ഹലാലായ ആഗ്രഹങ്ങളെ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിലുള്ള അദാബുകളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയുമൊക്കെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിലേക്ക് സ്വദഖ നൽകിയ ആളുകളുണ്ട്. നോമ്പ് തുറക്കും മറ്റുമായി അവർ നൽകിയ സ്വദഖകളെ അള്ളാഹു പരിപൂർണമായി ഖബൂലാക്കുമാറാകട്ടെ. അതിലൂടെയൊക്കെ അവരുദ്ദേശിച്ച അവരുടെ ആഗ്രഹങ്ങളെ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അവരുടെ സമ്പത്തിലും കുടുംബത്തിലും അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ദീനിനു വേണ്ടി ഉപകാരപ്പെടുന്ന സമ്പത്തും കുടുംബവുമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. മരണപ്പെട്ട ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ ഉമ്മയ്ക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
നമുക്കും ഈമാനോട് കൂടി ജീവിക്കുവാനും ഈമാനോട് കൂടി മരണപ്പെടാനുമുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന മാസത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിനെ കൂടുതലായി പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ ഖുർആനിൻ്റെ ഒരുപാട് ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമാണ് മനുഷ്യനെ പല തരത്തിൽ നിന്നും മോചിപ്പിക്കുക, അവന് വിമോചനം സാധ്യമാക്കി കൊടുക്കുക എന്നത്. അത് ഏറ്റവും പ്രധാനമായി അല്ലാഹുവല്ലാത്ത ശക്തികളുടെ അടിമത്തത്തിൽ നിന്നും ആ മോചനം പരിശുദ്ധമായ ഖുർആൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. രണ്ടാമത്തേതായി നമ്മുടെ സ്വന്തം ഇച്ഛയുടെ സ്വാധീനത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ അല്ലാഹു തആല ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മളോട് സംവദിക്കുന്നുണ്ട്. മൂന്നാമതായി ഈ ദുനിയാവിൻ്റെ അതിപ്രസരത്തിൽ നിന്നും അതിൻ്റെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നുമൊക്കെ നമുക്ക് മോചനം നേടാൻ അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായിട്ടാണെങ്കിലും അത് വഴിതെറ്റിപ്പോകുന്നതിൽ നിന്നും അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത തരത്തിലേക്കാകിപ്പോകുന്നതിൽ നിന്നുമൊക്കെ നമ്മൾ മോചനം നേടേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മെ ഉണർത്തുന്നുണ്ട്. അത്തരത്തിൽ വഴിതെറ്റിപ്പോയ ആളുകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ബൽആം ഇബ്നു ബഊറയെ പോലെയുള്ളവരുടെ ചരിത്രം പരിശുദ്ധമായ ഖുർആനിൽ അതിലേക്കാണ് വെളിച്ചം വീശുന്നത്. അതുപോലെ തന്നെ അള്ളാഹു നാളെ ആഖിറത്തിലുള്ള അവൻ്റെ ശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നുമൊക്കെ മോചനം നേടേണ്ടത് എങ്ങനെയാണ് എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് തരത്തിലുള്ള മോചനങ്ങളെ അല്ലാഹു തആല ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത്തരത്തിലുള്ള ആ മോചനം സാധ്യമാക്കിയവരായിരുന്നു സഹാബാക്കൾ റളിയല്ലാഹു അൻഹും. റുസ്തമിൻ്റെ കൊട്ടാരത്തിലേക്ക് സധൈര്യം പോവുകയും അവിടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഈ മോചനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അല്ലാഹു ബതഅസന ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ. അല്ലാഹുവിൻ്റെ സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്നും അവരുടെയൊക്കെ സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന്, അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച അല്ലാഹുവല്ലാത്ത ശക്തികളുടെ അടിമത്തത്തിൽ നിന്നുമുള്ള മോചനത്തിനാണ് അള്ളാഹു ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് റുസ്തമിൻ്റെ കൊട്ടാരത്തിൽ പോയി റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വമിൻ ളീഖിദ് ദുനിയ ഇലാ സഅതിഹ, ദുനിയാവിൻ്റെ കുടുസിൽ നിന്നും ആഖിറത്തിൻ്റെ വിശാലതയിലേക്കുള്ള മോചനത്തിനാണ് അള്ളാഹു ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏത് തരത്തിലുള്ള വിശാലതയാണ് എന്ന് എത്ര ആലോചിച്ചാലും ഭൗതികതയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന അവർക്ക് പിടികിട്ടാത്ത തരത്തിലുള്ളതായിരുന്നു ആ സംസാരം. കാരണം റിബഈ റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോൾ അദ്ദേഹം ധരിച്ചിരിക്കുന്നത് മുഷിഞ്ഞ വസ്ത്രമാണ്, കഷ്ണം വെച്ച് തുന്നിച്ചേർത്ത വസ്ത്രമാണ്. അദ്ദേഹത്തിൻ്റെ വാളിന് ഉറപോലുമില്ലാതിരുന്നിട്ട് അദ്ദേഹത്തെക്കാൾ നീളം കൂടിയ ആ വാൾ അവരുടെ പരവതാനിയിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് അതൊക്കെ കീറിക്കൊണ്ടാണ് അദ്ദേഹം റുസ്തമിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുന്നത്. അത്രത്തോളം ഭൗതികത രമിച്ചു നിൽക്കുന്ന ആ കൊട്ടാരത്തിൽ അവരോടാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഞങ്ങളെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ദുനിയാവിൻ്റെ കുടുസിൽ നിന്നും ആഖിറത്തിൻ്റെ വിശാലതയിലേക്കാണ് എന്ന് അദ്ദേഹം പറയുന്നത്. വമിൻ ജൗരിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം, ഞങ്ങളും നിങ്ങളുമൊക്കെ ഇതുവരെയും പരിചയിച്ചു വന്നിരുന്ന പലവിധ നിയമസംഹിതകളുണ്ട്, അതിൻ്റെയൊക്കെ അക്രമത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ നീതിയിലേക്കാണ് അള്ളാഹു ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീതിയിലേക്കുള്ള വിമോചനത്തിന് വേണ്ടിയാണ് അള്ളാഹു ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ആ സ്വഹാബി പറയുന്നുണ്ട്. മറ്റൊരിക്കൽ നജാഷിയുടെ അടുക്കലേക്ക് ആദ്യമായി മുസ്ലിം സംഘം ഹിജറ ചെയ്യുന്നത് അബസീനിയയിലേക്കാണ്, ഇന്നത്തെ എത്യോപ്യയിലേക്കാണ്.
അന്നത്തെ അവിടുത്തെ രാജാവായിരുന്ന നജാഷിയുടെ അടുക്കൽ മക്കയിൽ നിന്നുള്ള ഒരു സംഘം പോവുകയും ഇവർ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഞങ്ങളുടെ മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ കുടുംബങ്ങൾക്കിടയിൽ പിളർപ്പുണ്ടാക്കിക്കൊണ്ട് ഓടി വന്നവരാണ്, ഇവരെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ നജാഷി ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിന് കീഴിൽ വന്ന ഈ സംഘത്തോട് അതിൻ്റെ വിശദീകരണം ചോദിക്കുന്നുണ്ട്. ഇവർ പറയുന്നത് സത്യമാണോ? നിങ്ങൾ എൻ്റെ അതിഥികളായി ഇവിടെ എത്തിയവരാണ്, നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് അവർ പറയുന്ന ഈ കാര്യത്തിൽ എനിക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജാഫർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാഷിയുടെ മുമ്പിൽ അവിടെ കൊട്ടാരത്തിൽ വെച്ച് അവിടെ കൂടിയിരിക്കുന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ നടത്തുന്ന സംസാരവും ഇത്തരത്തിൽ പരിശുദ്ധമായ ഖുർആൻ ലക്ഷ്യം വെക്കുന്ന മോചനത്തെ സംബന്ധിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അയ്യുഹൽ മലിക്, രാജാവേ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ജാഫർ റളിയല്ലാഹു അൻഹു സംസാരിക്കുകയുണ്ടായി. കുന്ന ഖൗമൻ അഹ്ല ജാഹിലിയ, ഞങ്ങൾ വിവരമില്ലാത്ത ജാഹിലിയത്തിൻ്റെ സമുദായമായിരുന്നു. നഅ്ബുദുൽ അസ്നാമ വനക്കുലുൽ മൈത, ഞങ്ങൾ തന്നെ സ്വയം നിർമ്മിച്ച കല്ലുകളെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്നു. വനക്കുലുൽ മൈത, ഞങ്ങൾ ശവം തിന്നിരുന്ന ആളുകളായിരുന്നു. വനത്തിൽ ഫവാഹിഷ, മോശമായ മ്ലേച്ഛമായ പ്രവർത്തികളെ യാതൊരു കൂസലുമില്ലാതെ സമീപിച്ചിരുന്ന ആളുകളായിരുന്നു. വനഖ്തഉൽ അർഹാം, കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ അതിനെയൊക്കെ മുറിച്ചു മാറ്റിയവരായിരുന്നു ഞങ്ങൾ. വനുസി ഉൽ ജിവാറ, ഞങ്ങളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന അയൽപ്പക്കക്കാരോട് മോശമായ സമീപനം സ്വീകരിച്ചവരായിരുന്നു. യക്കുലുൽ ഖവിയ്യു മിനദ് ദഈഫ്, ഞങ്ങളിൽ നിന്നും ശക്തിയുള്ളവർ കഴിവുള്ളവർ ഞങ്ങളിലെ ബലഹീനരെ ഉപദ്രവിക്കുകയും അവരുടെ സമ്പത്ത് അപഹരിച്ചുകൊണ്ട് അത് ഭക്ഷണമാക്കുകയും ചെയ്തിരുന്നു. ഫകുന്ന അലാ ദാലിക, ഞങ്ങൾ അപ്രകാരം ഒരുപാട് കാലം ജീവിക്കുകയുണ്ടായി. ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂല, ഞങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് വരെയും ഞങ്ങൾ ഈ പ്രവൃത്തികളൊക്കെ തുടർന്നു കൊണ്ടിരുന്നു. റസൂലൻ മിന്ന, അദ്ദേഹം ഞങ്ങളിൽ തന്നെ പെട്ട പ്രവാചകനായിരുന്നു. നഅരിഫു നസബഹു, ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയും വംശപരമ്പരയും നന്നായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ്. വസുദ്ഖഹു, അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ഞങ്ങൾ 40 വർഷക്കാലത്തോളം പരിചയിച്ചതാണ്. വ അമാനതഹു, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ അടുക്കലായിരുന്നു ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ അവരുടെ സാധനങ്ങളൊക്കെ വിശ്വസിച്ചേൽപ്പിച്ചിരുന്നത്. വ അഫാഫഹു, അദ്ദേഹത്തിൻ്റെ ചാരിത്രശുദ്ധിയെയും ഞങ്ങൾക്കറിയാവുന്നതാണ്. ഇന്നുവരെയും മോശമായ യാതൊരു സംഗതിയിലും അദ്ദേഹം ഏർപ്പെട്ടിട്ടില്ല. ഫദആന ഇലല്ലാഹ്, അദ്ദേഹം 40 വർഷത്തിന് ശേഷം റസൂലായി അയക്കപ്പെട്ടപ്പോൾ ഞങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ലിനുവഹിദഹു, അള്ളാഹു ഏകനാണെന്ന് ഞങ്ങളോട് അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. വനഅബുദഹു, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. വനഖ്ലഉ മാ കുന്നാ നഅബുദു നഹ്നു വ ആബാഉന, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും ഇത്രയും കാലം ആരാധിച്ചിരുന്നതിനെയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പാടെ പിഴുതെറിയണമെന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. മിന്ദൂനിഹി മിനൽ ഹിജാറത്തി വൽ ഔസാൻ, അള്ളാഹുവിനെ കൂടാതെ ഞങ്ങൾ ആരാധിച്ചിരുന്ന കല്ലുകളെയും മരത്തിൻ്റെ വിഗ്രഹങ്ങളെയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണമെന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. വ അമറന ബിസ്ദിഖിൽ ഹദീസി വ അദാഇൽ അമാന, സത്യസന്ധത കാത്തു സൂക്ഷിക്കണമെന്നും സത്യം മാത്രമേ ജീവിതത്തിൽ പറയാവൂ എന്നും ഞങ്ങളെ ആ നബി പഠിപ്പിച്ചു. വ അദാഇൽ അമാന, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ അതിൻ്റെ ഉടമസ്ഥരിലേക്ക് അവരെങ്ങനെയാണോ ഏൽപ്പിച്ചത് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. വസിലത്തുർ റഹിം, ഞങ്ങൾ ഇത്രയും കാലം അറുത്തുമാറ്റിയിരുന്ന കുടുംബ ബന്ധങ്ങളെ നല്ല രൂപത്തിൽ വിളക്കി ചേർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. വഹുസ്നിൽ ജിവാരി, ഞങ്ങളുടെ അയൽവാസികളോട് നല്ല രീതിയിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണമെന്നും അവരോടുള്ള കടമകളും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. വൽ കഫ്ഫി അനിൽ മഹാരിം, അള്ളാഹു ഹറാമാക്കിയ പല സംഗതികളെയും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും അതിൽ നിന്നൊക്കെ ജീവിതത്തിൽ വിട്ടുനിൽക്കണമെന്ന് ആ നബി ഞങ്ങളോട് കൽപ്പിച്ചു. വദ്ദിമായി, ഞങ്ങൾ ചെറിയ ചെറിയ കാരണത്തിൻ്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുകയും രക്തം ചീന്തുകയും ചെയ്യുന്നവരായിരുന്നു. ഞങ്ങളുടെ ഒരു കന്നുകാലി അപ്പുറത്തുള്ളവൻ്റെ
പറമ്പിൽ പോയി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ പേരിൽ വരെയും ഞങ്ങൾ യുദ്ധം ചെയ്തിരുന്നു. ആ യുദ്ധങ്ങളൊക്കെ, ജാഹിലിയത്തിൻ്റെ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്നും അതിൻ്റെ പ്രതികാര നടപടികൾ തുടർന്നു കൊണ്ടുപോകരുതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. വനഹാന അനിൽ ഫവാഹിഷ്, മോശമായ മ്ലേച്ഛമായ എല്ലാ സംഗതികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. വഖൗലി സൂരി, കള്ളസാക്ഷ്യം വഹിക്കുന്നതിനെയും മറ്റുള്ളവരെ കൊടുക്കാൻ വേണ്ടി കളവ് പറയുന്നതിനെ തൊട്ടും ഞങ്ങളെ വിലക്കുകയുണ്ടായി. വാക്കിലിമാലൽ യതീം, ഞങ്ങൾ നിസാരമായി കണ്ടിരുന്ന യതീമായ കുട്ടിയുടെയും യതീമായ ആളുകളുടെയും സമ്പത്തിനെ ഭക്ഷിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൗരവമേറിയ പാപമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. വഖദ്ഫിൽ മുഹ്സന, ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കരുതെന്നും അവരെക്കുറിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി. ഫഅമറന അൻ നഅ്ബുദല്ലാഹ വഹ്ദഹു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. ലാ നുശ്രികു ബിഹി ഷൈഅ, അവനോട് യാതൊരു തരത്തിലും ഒന്നിനെയും പങ്കു ചേർക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി. വഅമറന ബിസ്സലാത്തി വസ്സകാത്തി വസ്സിയാം, നമസ്കാരവും നോമ്പും സകാത്തും അങ്ങനെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് എണ്ണി പറയുകയുണ്ടായി. എന്നിട്ട് ശേഷം അദ്ദേഹം പറഞ്ഞു, ഫസദ്ദഖനാഹു, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ പറയുന്ന മനുഷ്യൻ ഞങ്ങളോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് നല്ലതായി തോന്നി. ഫസദ്ദഖനാഹു, ഞങ്ങൾ ആ മനുഷ്യനെ സത്യപ്പെടുത്തി. വആമന്നാ ബിഹി, ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചു. വത്തബഅനാഹു അലാ മാ ജാഅ ബിഹി, ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുകയും അദ്ദേഹത്തിൻ്റെ പാത ഞങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്തു. ഫഅബദനല്ലാഹ വഹ്ദ, അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വിഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്. ഫലം നുശ്രിക് ബിഹി ഷൈഅ, ഒന്നിനെ തൊട്ടും ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ശിർക്ക് വെച്ച് പുലർത്തുന്നില്ല. വഹറംനാ മാ ഹറമ അലൈന, നബിതങ്ങൾ ഞങ്ങൾക്ക് എന്തൊക്കെ ഹറാമാക്കിയോ അതിനെ തൊട്ടൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിപ്പോൾ വിട്ടുനിൽക്കുന്നുണ്ട്. വഅഹ്ലൽനാ മാ അഹല്ലലന, നബിതങ്ങൾ ഞങ്ങൾക്ക് ഹലാലാണെന്ന് പറഞ്ഞ സംഗതികളെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നുമുണ്ട്. ഫഅദാ അലൈന ഖൗമുന, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ന് ഞങ്ങളെ തേടി ഇവർ മക്കയിൽ നിന്നും ഇവിടെ അബസീനിയ വരെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ അദാ അലൈന ഖൗമുന, ഞങ്ങളുടെ സമുദായം ഞങ്ങളോട് വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുകയാണ്. ഫഅദ്ദബൂന, അവർ ഞങ്ങളെ ഒരുപാട് കാലം പീഡിപ്പിക്കുകയുണ്ടായി, ബുദ്ധിമുട്ടിക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ ഞങ്ങൾ അവിടെ നിന്നും പലായനം ചെയ്ത് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നതാണ്. വഫതനൂന അൻ ദീനിന, ഞങ്ങൾ വിശ്വസിച്ച ഈ ദീനിൽ അവർ ഞങ്ങളെ ഫിത്നയിലാക്കുകയാണ്. ലിയറുദ്ദൂന ഇലാ ഇബാദത്തിൽ ഔസാൻ, അവരുദ്ദേശിക്കുന്നത് ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ മുമ്പുണ്ടായിരുന്ന വിഗ്രഹാരാധനയിലേക്ക് തന്നെ ഞങ്ങളെ വഴി നടത്താൻ വേണ്ടിയാണ്. മിൻ ഇബാദത്തില്ല, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരമായിക്കൊണ്ട്. വഅന്നസ്തഹില്ല മാ കുന്നാ നസ്തഹില്ലു മിനൽ ഖബായിസ്, മോശമായ മ്ലേച്ഛമായ എന്തെല്ലാം കാര്യങ്ങൾ വഴിവിട്ടുകൊണ്ട് ഞങ്ങൾ ജാഹിലിയത്തിൽ ചെയ്തിരുന്നോ അതൊക്കെ ഇനിയും ചെയ്യണമെന്നാണ് ഇവർ ഞങ്ങളോട് പറയുന്നത് എന്ന് ജാഫർ റളിയല്ലാഹു അൻഹു സുദീർഘമായ ഒരു പ്രഭാഷണം നജാഷിയുടെ മുമ്പിൽ വെച്ച് നടത്തുകയുണ്ടായി. ആ സമയത്ത് നജാഷി അത് കേട്ടുകൊണ്ട് സംതൃപ്തി അടയുകയും അവരെ വിട്ടുതരില്ല എന്ന് മക്കക്കാരോട് പറയുകയുമുണ്ടായി. ഉടനെ അവർ അടുത്ത കാര്യം പറയുകയാണ്, ഇവർ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നിങ്ങൾ വെച്ചു പുലർത്തുന്ന വിശ്വാസമല്ലാത്ത ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചും ഇസ്ലാമികപരമായ വിശ്വാസം ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയുണ്ടായി. നജാഷി അവിടെ താഴെയുണ്ടായിരുന്ന ഒരു ചെറിയ കമ്പെടുത്തുകൊണ്ട് അതിനെ നോക്കിക്കൊണ്ട് മക്കക്കാരോട് പറഞ്ഞു, ഇവർ പറഞ്ഞതിൽ നിന്നും ഒരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈസാ നബി അലൈഹിസ്സലാം ചെയ്തിരുന്നില്ല എന്ന് അവരെ സത്യപ്പെടുത്തിക്കൊണ്ട് പറയുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പ്രഭാഷണത്തിലും അത് പരിശുദ്ധമായ ഖുർആൻ ലക്ഷ്യം വെക്കുന്ന എല്ലാ മോചനങ്ങളെയും സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഈ ഭൗതികമായ ലോകത്ത് തന്നെ നിങ്ങൾക്ക് അല്ലാഹു ഇസ്സത്ത് നൽകും, പ്രതാപം നൽകുമെന്ന് അല്ലാഹു തുടർന്നുള്ള ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി
ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സമുദായത്തിന് അള്ളാഹു എപ്രകാരം ഈ ഭൂമിയിൽ പ്രാതിനിധ്യം നൽകുകയും അവരെ ഈ ഭൂമിയുടെ അധിപന്മാരാക്കി മാറ്റുകയും ചെയ്തുവോ അതുപോലെ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുകയും അവനിൽ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കുകയും സ്വാലിഹായ അമലുകൾ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഭൂമിയുടെ അധിപന്മാരാക്കി ഈ ഭൂമിയുടെ കൈകാര്യകർത്താക്കളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മാറ്റുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഭയങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകുമെന്നും അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ജീവിതത്തിൽ ആഖിറത്തിൽ അള്ളാഹു സ്വർഗവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള തൃപ്തിയും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബ. നല്ല നല്ല വാസസ്ഥലങ്ങളും അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫീ ജന്നാത്തി അദ്ൻ വറിദ്വാനും മിനല്ലാഹി അക്ബർ. ഇതിനേക്കാളൊക്കെ ഉപരിയായി അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ അള്ളാഹുവിൻ്റെ തൃപ്തി അവൻ നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് നൽകുന്നതാണ്. ദാലിക ഹുവൽ ഫൗസുൽ അലീം. അതാണ് ഏറ്റവും ഉന്നതമായ വിജയമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. ഈ ഒരു വിമോചനത്തിൻ്റെയൊക്കെ അടിസ്ഥാനമായി വർത്തിക്കുന്നത് ഈമാനാണ്, നമ്മുടെ ആദർശത്തിൻ്റെ ഭദ്രതയാണ്. ആ അടിസ്ഥാന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ സഹാബാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ ഇസ്സത്ത് നൽകിയതുപോലെ നമുക്കും അല്ലാഹു നൽകും. അതിനുള്ള പരിശീലനങ്ങളാണ് അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ നോമ്പും നമസ്കാരവുമൊക്കെ. അത് നമ്മളെ യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കുമെന്ന് സഹാബാക്കളുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അവരുടെ അതിജീവനത്തിനുള്ള പ്രധാനപ്പെട്ട കരുത്ത് ഇത്തരത്തിലുള്ള അമലുകളായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് അതിജീവനത്തിൻ്റെയും വിമോചനത്തിൻ്റെയും ചരിത്രങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബദറിൻ്റെ ചരിത്രം, ബദറിൻ്റെ വിജയമെന്ന് പറയുന്നത്. അല്ലാഹു തആല മുഅ്മിനീങ്ങളെ അഭിസംബോധന ചെയ്ത് ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു മാലക്കും, മുഅ്മിനീങ്ങളെ മാലക്കും നിങ്ങൾക്ക് എന്തു പറ്റി, ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടണമെന്ന് പറയുമ്പോൾ, ഇസ്താഖൽതും ഇലൽ അർള്, നിങ്ങൾ ഭൂമിയിലേക്ക് അള്ളിപ്പിടിച്ചിരിക്കുകയാണോ, അറദീതും ബിൽ ഹയാത്തിദ് ദുനിയ മിനൽ ആഖിറ, ആഖിറത്തിലെ ജീവിതത്തെക്കാളും ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ, അതിനാണോ നിങ്ങൾ മുൻഗണന നൽകുന്നത്? ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ, ആഖിറത്തിലെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ ഈ ദുനിയാവിലെ ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇല്ലാ ഖലീൽ, അത് വളരെ തുച്ഛമാണ്. ഇല്ലാ തംഫിറു, നിങ്ങൾ പ്രകാരം അള്ളാഹു കൽപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുകയും ഈമാൻ കൈക്കൊള്ളുകയും ഇത്തരത്തിൽ സഹാബാക്കൾ പരിശ്രമിച്ചതുപോലെ അമലു സ്വാലിഹാത്തുകൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി നിങ്ങൾ സ്വയം സന്നദ്ധരാവുന്നില്ലെങ്കിൽ, ത്യാഗം ചെയ്യുന്നില്ലെങ്കിൽ, യുഅദ്ദിബുക്കും അദാബൻ അലീമ, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും കഠിനമായ ശിക്ഷ ഉണ്ടാകുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത മറ്റൊരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം കൊണ്ടുവരുന്നതാണ്. വേറൊരായത്തിലും അല്ലാഹു തആല ഇത് പറയുന്നുണ്ട്, മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അല്ലാഹു മറ്റൊരു സമുദായത്തെ നിങ്ങൾക്ക് പകരം കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് അല്ലാഹു അവരുടെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അഥവാ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ബാധ്യസ്ഥരാണ്. യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, ഒന്നാമതായി അല്ലാഹു തആല അവരുടെ ഗുണം പറഞ്ഞത് അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരും തിരിച്ച് അല്ലാഹുവും അവരെ ഇഷ്ടപ്പെടുന്നവരാണ്. അദില്ലത്തിന അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട്, തൻ്റെ സ്വന്തം സഹോദരങ്ങളോട് മുഅ്മിൻ എന്നുള്ള ആ ഒരു പേരിൽ ഏറ്റവും അങ്ങേയറ്റത്തെ കരുണ വെച്ച് പുലർത്തുന്നവരുമാണ്. അസ്സത്തിൻ അലൽ കാഫിരീൻ, സത്യനിഷേധികളുടെ മുമ്പിൽ ഇസ്ലാമിനെ എതിർക്കുകയും അതിനെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ഇസ്സത്തോടുകൂടി ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുകയും അവരോട് കാർക്കശ്യമായ നിലപാടെടുക്കേണ്ട സമയത്ത് അത്തരത്തിൽ നിലപാടെടുക്കുകയും ചെയ്യുന്നവരാണ്. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഏതൊക്കെ തരത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യാൻ ആവശ്യമുണ്ടോ ആ സമയത്തൊക്കെ ആ തരത്തിൽ പരിശ്രമിക്കുന്നവരാണ്. അഞ്ചാമതായി അല്ലാഹു പറഞ്ഞത് വലാ യഖാഫൂന ലൗമത ലായിം, ഇങ്ങനെ അവർ പ്രവർത്തിക്കുമ്പോൾ ദീനനുസരിച്ച് മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നേരിടേണ്ടി വരും.
വലാ യഖാഫൂന ലൗമത ലായിം. എന്നാൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ, ദീനിൻ്റെ വിഷയത്തിൽ അവർ നിൽക്കുന്നത് സത്യസന്ധമായ നിലപാടിലാണെന്ന് ബോധ്യമുള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള ഒരാക്ഷേപകരുടെയും ആക്ഷേപത്തെ അവർ ഭയപ്പെടുകയില്ല. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. ഇത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം നൽകുന്ന ഔദാര്യമാണെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഈ ഒരു വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശ്രമിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതിനുള്ള ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ് റമദാനിൻ്റെ ദിവസങ്ങളെന്ന് പറയുന്നത്. അത് റമദാനിൽ ഉണ്ടാക്കിയെടുക്കുകയും അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തവരാണ് നമുക്ക് മുൻഗാമികളായ സലഫുസ് സ്വാലിഹുകൾ. സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ബദറിൻ്റെ വിജയം നമ്മൾ നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവരുടെ ഒന്നാമത്തെ റമദാനിൽ തന്നെ ഈ ഒരു വിജയത്തിന് സാക്ഷ്യം വഹിച്ച സംഭവമാണത്. അല്ലാഹു തആല ആ ദിവസത്തെ സംബന്ധിച്ച് ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത് യൗമുൽ ഫുർഖാൻ എന്നാണ്. അതായത് സത്യത്തെയും അസത്യത്തെയും തമ്മിൽ വേർതിരിച്ച് കാണിച്ച ദിവസമാണ് ബദറിൻ്റെ ദിവസം. അതുപോലെ തന്നെ മക്ക വിജയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതും ഇതുപോലെയുള്ള റമദാനിലായിരുന്നു. നോമ്പനുഷ്ഠിച്ചവരായിക്കൊണ്ട് അള്ളാഹുവിന് എല്ലാവിധ ഇബാദത്തുകളും ചെയ്യുന്നതോടുകൂടി, രാത്രി നമസ്കാരത്തോടുകൂടി ഏറ്റവും വലിയ ജിഹാദ്, അത് ഏറ്റവും വലിയ ജിഹാദ് നഫ്സിനോടുള്ള ജിഹാദാണ്. അതിനുശേഷം ശത്രുക്കളോട് യുദ്ധം ചെയ്യുക എന്നുള്ള ജിഹാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്ത മഹാന്മാരിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം ബദറാണെങ്കിൽ രണ്ടാമത്തത് നമ്മൾ കാണുന്നത് മക്ക വിജയത്തിൻ്റെ അന്നാണ്. ഹിജറ 8-ാമത്തെ വർഷം റമദാൻ 23-നാണ് മക്കയിലേക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും നോമ്പുകാരായിക്കൊണ്ട് പ്രവേശിക്കുന്നത്. തങ്ങളുടെ പൗരത്വം നിഷേധിക്കപ്പെട്ടുകൊണ്ട് ആട്ടിയകറ്റപ്പെട്ട ഒരു ജനത എല്ലാവിധ അന്തസ്സോടും കൂടി ആത്മാഭിമാനത്തോടുകൂടി തിരിച്ചു വന്നതാണ് മക്ക വിജയം. അതിനെ സംബന്ധിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ എന്നുള്ള ആയത്തുകളൊക്കെ മക്ക വിജയത്തിൻ്റെ സന്ദർഭത്തിൽ അവതരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഒരുപാട് വിമോചന സമരങ്ങളും അതിജീവന പോരാട്ടങ്ങളുമൊക്കെ നടന്നതിന് റമദാൻ സാക്ഷിയായിട്ടുണ്ട്. ആ റമദാനിൽ അല്ലാഹു തആല നമ്മൾ പറഞ്ഞ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തവരിലൂടെ നമുക്ക് അത്തരത്തിലുള്ള വിജയങ്ങൾ അല്ലാഹു തആല കാണിച്ചു തരികയായിരുന്നു. ബൈത്തുൽ മഖ്ദിസിന്റെ മോചനം നടന്നത് ഇത്തരത്തിൽ റമദാനിലാണ്. 1099-ലാണ് കുരിശ് സൈന്യം ബൈത്തുൽ മഖ്ദിസും ഫലസ്തീനുമൊക്കെ കീഴടക്കുന്നത്. തീർത്തും ഒരു നൂറ്റാണ്ട് തികയുന്നതിന് മുമ്പ് തന്നെ 1187-ലാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഹിത്തീനിൽ വെച്ച് നടന്ന ഘോരമായ യുദ്ധത്തിലൂടെ ബൈത്തുൽ മഖ്ദിസും ഫലസ്തീനുമൊക്കെ തിരിച്ചു പിടിക്കുന്നത്. ഹിജറ 583-ലെ റമദാനിലായിരുന്നു ഇത്തരത്തിലുള്ള ബൈത്തുൽ മഖ്ദിസ് തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടം നടന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലോകത്ത് വലിയ നാശം വിതച്ച, ഒരിക്കലും മുസ്ലിങ്ങൾക്കിനി തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ അമർച്ച ചെയ്യപ്പെടുമെന്ന് പേടിച്ച ഒരു വിഭാഗമായിരുന്നു താർത്താരികൾ എന്ന് പറയുന്നത്. ആ താർത്താരികളെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അന്നത്തെ ലോകത്തെ വൻ ശക്തികളെല്ലാം വിചാരിച്ചിരുന്നത്. പക്ഷേ ഹിജറ 658-ലെ ഒരു റമദാനിലാണ് സൈഫുദ്ദീൻ ഖുതുബിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം ഈ പറയപ്പെട്ട ഫലസ്തീനിലെ തന്നെ ഐൻ ജാലൂത്ത് എന്ന് പറയുന്ന വലിയ യുദ്ധത്തിലൂടെ അവരെ പരാജയപ്പെടുത്തുന്നത്. റമദാൻ 25-ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു ആ യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടത്. ഇസ്ലാമിനെ പിഴുതെറിയാൻ വേണ്ടി മുസ്ലിം നാടുകളെ മാത്രം ലക്ഷ്യം വെച്ചു കൊണ്ടുവന്ന ആ താർത്താരികൾ പിന്നീട് ഇസ്ലാം ആശ്ലേഷിക്കുകയും അവരിലൂടെ ഇസ്ലാം ഒരുപാട് വളരുകയും ആ ഇസ്ലാമിൻ്റെ വലിയ സംരക്ഷകരായി അവർ മാറുകയും ചെയ്ത ചരിത്രമാണ് പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. 200 വർഷങ്ങൾ കഴിഞ്ഞ് ഹിജറ 805-ൽ മറ്റൊരു റമദാൻ 12-ന് ജുമുഅ നമസ്കാരത്തിന് ശേഷമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന വലിയ പട്ടണം പലതരത്തിലും യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലും അത് കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആ കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കിയത് ഇതുപോലെയുള്ള ഒരു റമദാനിലായിരുന്നു.
പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത ഈ ഗുണങ്ങളിലൂടെ പരിശുദ്ധമായ റമളാനിൽ അവർ കൂടുതലായിക്കൊണ്ട് പരിശ്രമിക്കുകയും ത്യാഗം ചെയ്യുകയും അള്ളാഹുവിന് വേണ്ടി അവരുടെ സമയങ്ങളെ മാറ്റിവെക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ദീനിന് വലിയ ഇസ്സത്ത് നൽകുകയും ദീനിന് സേവനം ചെയ്യാൻ വേണ്ടി അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്ത ചരിത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരത്തിലുള്ള മഹാന്മാരുടെ പാത പിൻപറ്റാനും അവരുടെ ജീവിതത്തിൽ അവർ കാത്തു സൂക്ഷിച്ചിരുന്ന തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് നൽകിയ ശിക്ഷണത്തിലൂടെ അവരിലൂടെ എന്തെല്ലാം ഗുണങ്ങളുണ്ടായോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലും പരിശ്രമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.